സോ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് പേര് മെസ്സേജ് എങ്ങനെ നമുക്ക് കൺഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എൻട്രീസ് എടുക്കാമെന്നാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ നമുക്ക് കൺഫർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു തരാം. വായോ. ഓക്കെ, അപ്പം ഞാൻ 4 ഹവറിൽ ഈ ഒരു സപ്ലൈ സോൺ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം ഞാൻ നെക്സ്റ്റ് ഇവിടെ ഈ ഒരു സപ്ലൈ സോണിലോട്ട് മാർക്കറ്റ് വരുമ്പം ഇനി ഒരു സെൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ നോക്കുന്നത്. സോ ഇവിടെ ഒരു സെൽ എൻട്രി ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇനി 1 ഹവറിലായിരിക്കും. ഓക്കെ, സോ 1 ഹവറിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ഇനിയും കൺഫർമേഷൻസ് ആണ്. ജസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി സെൽ എടുക്കാൻ പറ്റില്ല. സോ ഞാൻ ഇനിയും കൺഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 1 ഹവറിൽ ഞാൻ നോക്കുന്ന ടൈമിൽ എനിക്കൊരു 1 ഹവർ എൻഗൾഫിംഗ് ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. ഒരു 1 ഹവർ ലെവലിൽ എൻഗൾഫിംഗിൽ മാർക്കറ്റ് ഒരു റിജക്ഷൻ തന്നിട്ടുണ്ട്, ഒരു ബെയറിഷ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് ഇനി 30 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കും. 30 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുമ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാം അല്ലേ. ബയേഴ്സും സെല്ലേഴ്സും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിനുശേഷം എന്താ നടക്കുന്നത് ഇവിടെ ഈ ഒരു 1 ഹവർ എൻഗൾഫിംഗിലേക്ക് മാർക്കറ്റ് വന്ന് റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് 30 മിനിറ്റിലാണ് നമുക്ക് ആ റിജക്ഷൻ മെയിൻലി കാണുക. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു 30 മിനിറ്റിൽ. സോ നെക്സ്റ്റ്ലി ഈ ഒരു ബെയറിഷ് എൻഗൾഫിംഗിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് വരുമ്പോൾ എനിക്കിവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ മെയിൻ റീസൺ എനിക്കിവിടെ ഒരു 4 ഹവർ സപ്ലൈ ഡിമാൻഡിലോട്ട് മാർക്കറ്റ് വരുന്നു. 1 ഹവറിൽ എനിക്കൊരു റിജക്ഷൻ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. 30 മിനിറ്റിൽ ഒരു പ്രോപ്പർ ഏരിയ എവിടെ എനിക്ക് എൻ്റെ എൻട്രി എടുക്കണം എന്നുള്ളൊരു പ്രോപ്പർ ഏരിയ, അതായത് ഈ ഒരു 30 മിനിറ്റ് എൻഗൾഫിംഗ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൻ്റെ കൂടെ SNR യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിവിടെ ഒരു കിസ്സിങ് ക്യാൻഡിൽ ലെവലും കിട്ടി. അപ്പോൾ ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നത് ആ ഒരു കിസ്സിങ് ക്യാൻഡിൽ ലെവലിലായിരിക്കും. സെൽ എൻട്രി കിസ്സിങ് ക്യാൻഡിലായിരിക്കും. സ്റ്റോപ്സ് ആ ഒരു എൻഗൾഫിംഗ് സോണിൻ്റെ മേലെ ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ടാർഗറ്റ് നെക്സ്റ്റ് ഒരു എൻഗൾഫിംഗ് ലെവലിലേക്കായിരിക്കും. ഒരു ഫ്രഷ് എൻഗൾഫിംഗ് ലെവലായിരുന്നു ഈ കാണുന്നത്. ഓക്കെ, ആ ലെവലിലോട്ട് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സ്വിംഗ് ലോ ആയിരിക്കും, ഈ ഒരു ലോയിലേക്കായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം, പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്ത കൺഫർമേഷൻസ് എന്ന് പറയുന്നത് SNRും അതുപോലെ തന്നെ എൻഗൾഫിങ്ങും യൂസ് ചെയ്താണ്. ഇത് രണ്ടും യൂസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റിൽ ഉള്ള കൺഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ICT പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ICT പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ യൂസ് ചെയ്ത് കൺഫർമേഷൻസ് എടുക്കാം അല്ലേ. സോ ഇത്ര സിമ്പിളാണ്. നിങ്ങൾ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസും കൂടെ യൂസ് ചെയ്ത് മാത്രം സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിൽ ട്രേഡ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ ഇനി ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.